നമുക്ക് നല്ലൊരു അരിയുടെ ഉണ്ട ഉണ്ടാക്കാനാണ് കേട്ടോ. ഞാൻ 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. റേഷൻ്റെ അരിയാണ്, കുത്തരിയാണ്. അത് നല്ലോണം ചീഞ്ചലിലിട്ട് നല്ലോണം വറുത്തെടുക്കണം. ആ വറുത്ത് മാറ്റിയതിന് ശേഷം ഞാനൊരു തേങ്ങ, ഇടത്തരം ഒരു ചെറിയ തേങ്ങയാണ് എടുത്തേക്കണേ. അത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് ഉള്ള കാരണം ഞാൻ ഇടണമെന്നുള്ളൂ. ഒരു 5-6 ഏലക്കായ, അതും നമുക്ക് ഈ അരി വറുത്തതിലോട്ട് പൊടിക്കണ നേരത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കത് ആ ജാറിലിട്ട് മിക്സറി ചെറിയ പൊടിക്കണ ജാറിലിട്ടിട്ട് കുറേശ്ശെ പൊടിച്ച് മാറ്റണം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായി. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് തട്ടിയിട്ട് തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അരി പൊടിച്ചിട്ടതിലോട്ട് കൂട്ടിയിട്ടാലും നല്ലതാണ്. ഒരു 6 ഏലക്കായ ഞാൻ പൊടിച്ചതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് 1/2 കിലോ ഇല്ല ശർക്കര, അത് ഉരുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെള്ളം പോലെ നമുക്ക് ആ പൊടിയിലോട്ട് ചേർക്കാൻ പറ്റിയ വെള്ളം പോലെ ഒഴിച്ച് നമുക്ക് ആ ശർക്കര അത്യാവശ്യം ഒഴിച്ചിട്ട് മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ. മധുരം കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ അധികം ശർക്കര ഇടാം, ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. നമുക്ക് അത്യാവശ്യം മധുരത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോന്നും നമ്മുടെ ഇഷ്ടത്തിന് ഉരുട്ടിയെടുത്ത് നമുക്കത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളിയാണ്, പിള്ളേർക്കും അത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് നല്ല അരി ഉണ്ട തയ്യാറാക്കിയതാണ്. നല്ലതാണ്. അതിനെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.